വിശുദ്ധായ ഏറ്റവും സ്നേഹമുള്ള ശ്രീമായ സഭയുടെ വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് പിതാവിന്റെ പിന്തുടർച്ചയായി സഭയെ ഭരിക്കുന്ന ജനറൽ അച്ഛൻ, വാഴ്ത്തപ്പെട്ട ചാമുരിയാച്ചൻ പ്രിയരായി ഇരുന്ന ഈ ഭവനത്തിലെ പ്രിയരച്ച, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രൊഫഷണന്മാരെ, വൈദികരെ, നവാഭിഷിക്തരായ വൈദികരെ, സന്യാസികളെ, വാഴ്ത്തപ്പെട്ട ചാമര പിതാവിന്റെ ഭക്തജനനെ, ഇന്ന് നാം എല്ലാവരും ചാമര പിതാവിന്റെ 143-ാം ചരമദിനത്തെ ഓർത്ത് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയ വലിയ കാര്യങ്ങളെ പറ്റി വീണ്ടും വീണ്ടും ഓർക്കുന്ന, വലിയ വിശുദ്ധിയുടെ ഉടമയായിരുന്ന അദ്ദേഹത്തിന്റെ തിരുനാള് സമങ്ങളും ഘോഷിക്കുവാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ പവിത്രമായ ഭൗതിക അവശിഷ്ടങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മകൻ എന്ന നിലയിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയതിന് ചാവപ്രിതാവ് വഴി ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ചാവറ പിതാവ് 19-ാം നൂറ്റാണ്ടിൽ ചെയ്തിട്ടുള്ള വളരെയേറെ വലിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പല പ്രാവശ്യം ഈ ദേവാലയത്തിൽ നിന്നും കേട്ടിട്ടുള്ളതാണ്. ചാവറ പിതാവ് സിംഹത്തെ പോലെ ഗർജിച്ചിരുന്ന ഈ ദേവാലയത്തില് തുടർന്നും അനേക ഭക്തരായ വൈദികരും വൈദിക ശ്രേഷ്ഠരും ഈ ദേവാലയത്തിനുള്ളില് അദ്ദേഹത്തെ പറ്റി നല്ല നല്ല പ്രഭാഷണങ്ങൾ നടത്തി അദ്ദേഹം ചെയ്ത വലിയ കൃത്യങ്ങളെ പറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തില് അദ്ദേഹം സിറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്കും ആഗോള സഭയ്ക്കും CMI കോൺഗ്രിഗേഷനും CMC കോൺഗ്രിഗേഷനും അതുപോലെ തന്നെ സഭയ്ക്ക് ആഗമനം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾക്കും തുടക്കങ്ങൾക്കും കാരണമായതിനെ പറ്റി അധികമൊന്നും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ വർഷം വിശ്വാസത്തിന്റെ വർഷമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാം വത്തിക്കാൻ സിനോദസിന്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തില് സഭയുടെ പുതിയ വേദപാഠങ്ങള് ആവിഷ്കരിച്ച് നമുക്ക് തന്ന ഈ അവസരത്തില് മാർപ്പാപ്പ തീരുമാനിച്ചതാണ് ഈ വർഷം വിശ്വാസ വർഷമായി ആചരിക്കണമെന്ന്. വിശ്വാസ വർഷമായി ആചരിക്കുന്ന ഈ വർഷത്തില് സഭയിലെ എല്ലാ മക്കളും, വിശ്വാസികളും വൈദികരും സന്യസ്തരും മെത്രാന്മാരും മാർപ്പാപ്പയോടൊപ്പം എല്ലാവരും സഭയുടെ വിശ്വാസ പ്രമാണത്തിന്റെ രഹസ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് തങ്ങളുടെ വിശ്വാസത്തെ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് ആഴത്തിൽ വിശ്വസ്തരായി തീരണമെന്ന് സഭ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ചാവറ പിതാവിന്റെ ഓർമ്മയെ നമ്മുടെ മനസ്സിൽ നിർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച ഒരു വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ പോലെയുള്ള ആഴമായ ഉറച്ച വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഈ വർഷം നൽകണമേ എന്ന്. സ്നേഹമുള്ളവരെ, 3 തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. ഒന്ന്, വിശ്വാസിയായ വിശ്വാസത്തിൽ ഉറച്ച ഒരു വിശ്വാസി, വിശ്വാസത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു സന്യാസി, വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വൈദികൻ. ഈ 3 തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെ കുറിച്ചും വിശ്വാസത്തിന്റെ ആവശ്യകതയെ കുറിച്ചും കുറെയെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ കടന്നു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്, വിശ്വാസികളായ മാതാപിതാക്കൾ വഴിയായിട്ട് ഞാൻ വിശ്വാസിയായിത്തീർന്നതിന്റെ കൃപയാ. സ്നേഹമുള്ളവരെ, വിശ്വാസി ജനിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് റേഡിയോ
ദോഷപ്രിയരായ ഭ്രൂണങ്ങളെ കൊന്നുകളയുക, ഭ്രൂണഹത്യ. ഇന്ന് ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഭ്രൂണഹത്യ. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രത്തിൽ വായിക്കുന്നുണ്ട് ഡൽഹിയിൽ നടന്ന എന്താണെന്ന്. അത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. സ്നേഹമുള്ളവരെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മാതാവ് തന്റെ കുഞ്ഞിനെ ദൈവത്തിന് കാഴ്ചവെച്ച് ദൈവത്തിന്റെ വചസ്സുകൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഉദരത്തിൽ വെച്ച് തന്നെ ശിശുവിനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷെ ഇന്നത്തെ ജീവിതം എങ്ങനെയാണ്? കുഞ്ഞ് ജനിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമെന്നല്ല ചിന്തിക്കുക. ഈ കുഞ്ഞെനിക്കൊരു ഭാരമായി തീരുമാനമാണ് പോകുന്നത്, എന്റെ കുടുംബത്തിന് സ്വത്ത് കൊണ്ടുപോകാനുള്ള ഒരു വ്യക്തിയാകുവാനാണോ പോകുന്നത് എന്നുള്ള ചിന്തയിൽ ആ കുഞ്ഞിനെ പോറ്റുകയോ തളർത്തുകയോ കൊന്നുകളയുകയോ ചെയ്യുന്ന അതിഭീകരമായ ഒരു സംസ്കാരത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. കുര്യാക്കോസ് പിതാവിന്റെ കാലത്ത് വിശ്വാസത്തിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു, സഭയിൽ പൊട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് സംഭവിച്ചിരുന്നില്ല. സ്നേഹമുള്ളവരെ, കുര്യാക്കോസ് പിതാവ് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്റെ അമ്മയാണ് എന്നെ വിശ്വാസത്തിൽ വളർത്തിയത്. എന്റെ അമ്മ എന്നെ പാൽ കൊട്ടിയ അവസരത്തിൽ പോലും നമസ്കാരങ്ങൾ ചൊല്ലിത്തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് എന്നെ വിശ്വാസത്തിൽ വളർത്തിയതാണ്. പ്രിയപ്പെട്ട മാതാക്കളെ, നിങ്ങളോട് എനിക്ക് ഒരു കാര്യമേ പറയുവാനുള്ളൂ. സഭയെ ജനിപ്പിക്കുന്നത് നിങ്ങളാണ്, സഭയെ വളർത്തുന്നത് നിങ്ങളാണ്, സഭയെ വിശുദ്ധീകരിക്കുന്നത് നിങ്ങളാണെന്നുള്ള സത്യം മറക്കാതെ വിശ്വാസത്തിൽ അഭിവൃദ്ധിയുടെ മാതൃത്വം സ്വന്തമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ശരിയായ മാതൃത്വമില്ലാതെ സഭ ജനിക്കുകയോ വളരുകയോ പുഷ്ടിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് സത്യമാണ്. കുര്യാക്കോസ് പിതാവിന്റെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നത് അത് തന്നെയാണ്, അനുഭവിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഈ അവസരത്തില് നമുക്ക് കുര്യാക്കോസ് പിതാവിനെ പ്രാർത്ഥിക്കാം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരായി മനുഷ്യന്റെ ബോധം വളരുകയും മൂല്യങ്ങളെ സ്വന്തമാക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ഭാവിയെ വാർത്തെടുക്കുവാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാനായിട്ട് അവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ നാട്ടില് ദൈവാനുഗ്രഹം നിറഞ്ഞൊരു നാടായി തീരുവാനായിട്ട് നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുനാൾ മുതൽ കിട്ടിയുള്ള ശിക്ഷണം അതാണ് കുര്യാക്കോസ് പിതാവിനെ വിശുദ്ധനാക്കി തീർക്കുവാനിടയാക്കിയത്. സെമിനാരിയിൽ പോകുവാനും നല്ലൊരു പയ്യനായിട്ട് സെമിനാരിയെ സ്വീകരിക്കുവാനും സെമിനാരിയെ ശിക്ഷണനെ നന്നായി സ്വീകരിക്കുവാനും അങ്ങനെ പട്ടത്തിന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇടയാകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ മാതൃകയായിരുന്നു. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തില് ഇവിടെ ഒരുമിച്ച് കൂടി തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങളോട് എനിക്ക് വിനീതമായി അപേക്ഷിക്കുവാനുള്ളതാണ്, കുടുംബ ജീവിതത്തെ പറ്റി കാര്യമായി നിങ്ങൾ ചിന്തിക്കുക. വിവാഹിതരായപ്പോൾ സഭ നിങ്ങളോട് പറഞ്ഞതാണ്, പ്രിയ മകളെ, നിങ്ങൾ വിവാഹിതരാകുന്നത് ഇന്നു മുതൽ നിങ്ങൾ ഒരു ശരീരമായി ജീവിക്കാനാണ്. നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലും ധാർമ്മിക ബോധത്തിലും ബുദ്ധിയിലും വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. സഭയെ മക്കളെ ജനിപ്പിക്കുന്ന അധികാരമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്, കൊല്ലുവാനുള്ള അധികാരമല്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രസിദ്ധമായ നിമിഷത്തില് നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കൊന്നുകളയരുത്. മറിച്ച് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവർക്ക് വിശ്വാസ രഹസ്യങ്ങൾ പകർന്നു കൊടുത്ത് മാതാവിന്റെ ഹൃദയത്തിൽ നിന്നും ഉദരത്തിലേക്ക് കടന്നു ചെന്ന് ആ ശിശു ക്രിസ്തീയ ജീവിതത്തെ മുളയെടുക്കട്ടെ, വളരട്ടെ, വളർന്ന് സഭയെ സേവിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പുരോഹിതനായ ചാവറ കുര്യാക്കോസ് പിതാവ് എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് കടന്നു എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പട്ടയേറ്റതിനു ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചെയ്തു തീർത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുക. അദ്ദേഹത്തിന് വിശ്രമിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല. ആജ്ഞ അനുസരിച്ച് തന്നെ ഏൽപ്പിക്കുന്ന ജോലികള് കൃത്യസമയത്ത് പൂർണ്ണമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചാവറ പിതാവ് എന്ന വൈദികന്റേത്. വചനം പഠിക്കുന്നതിനും വചനം പ്രസംഗിക്കുന്നതിനും കേരളത്തിലെ ജനതകളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രയത്നങ്ങൾ ഏറെയാണ്. ഇന്ന് 57 നവവൈദികർ നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഈ കൊച്ചു വൈദികരോട് എനിക്ക് പറയുവാനുള്ളതാണ്, നിങ്ങൾ പട്ടമേറ്റ ഇന്നു മുതൽ നിങ്ങൾ പ്രവർത്തന നിരതരായിരിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴം വർദ്ധിപ്പിക്കണം. നിങ്ങൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിരിക്കണം. നിങ്ങൾ കുദാശകളുടെ വൈദികരായിരിക്കണം. നിങ്ങൾ മനുഷ്യരുടെ കടന്ന് അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി സധീരം ജീവിക്കണം, സധീരം പോരാടണം. ഇതാണ് ഒരു വൈദികന്റെ കടമ എന്ന് നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
ചാവറ കുര്യാക്കോസ് പിതാവ് ചെയ്തത് അങ്ങനെയായിരുന്നു. ജീവിതത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ തന്റെ ജീവിതം മുഴുവനും കേരള തുറിയാനി സഭയ്ക്ക് വേണ്ടി, CMI സഭയ്ക്ക് വേണ്ടി, CMC സഭയ്ക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടി. പല പുരുഷായുസുകൾക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേവലം 40 വർഷത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു തീർത്തു. ഇതാണ് സമർപ്പണത്തിന്റെ ഭാവം. ഇതാണ് ജീവിതത്തിന്റെ ദിശയുള്ള ജീവിതം എന്ന് പറയുക. ലക്ഷ്യമില്ലാത്ത ജീവിതത്തിന് ഒരർത്ഥവുമില്ല. സ്വപ്നം കാണാത്ത ജീവിതത്തിന് അർത്ഥമില്ല. അതുകൊണ്ട് വൈദികരായ നിങ്ങളോടും വൈദികരായ ഞങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്താണ്? സഭയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, സമൂഹത്തിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, മാറിയ കാലത്തിന്റെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തന നിരതരായി ജീവിക്കുവാനുള്ള ശൈലിയാണ് ഒരു വൈദികന്റേത്. അങ്ങനെ തന്നെ ജീവിക്കുകയും വേണം. ജീവിതം ഭഗൻഷീൻ പറയുന്നത് പോലെ വൈദികനുള്ളതല്ല, മറിച്ച് വൈദികൻ ജനങ്ങൾക്കുള്ളതാണ്, കർത്താവിന് വേണ്ടിയുള്ളതാണ്. ഈ സത്യം പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്ന കുര്യാക്കോസ് പിതാവ് തന്റെ വൈദിക ജീവിതം പൂർണ്ണമായും നമ്മുടെ ഈ കേരളത്തിന് വേണ്ടി, നമ്മുടെ ജനത്തിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ചെലവഴിച്ചതിന്റെ ഫലമാണ് ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, ഇനിയും അനുഭവിക്കുവാനുള്ളത്. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, അദ്ദേഹം സമർപ്പിതമായ ഒരു സന്യാസിയായിരുന്നു, വിശുദ്ധനായ ഒരു സന്യാസിയായിരുന്നു. ഈ കേരളത്തിലെ സന്യാസിന് നാമം പോലും കേൾക്കാതിരുന്ന ഈ നാട്ടില്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയില് പുതുതായ ഒരു സന്യാസിന് രൂപം കൊടുക്കുകയും ഈ മാനായതിന് തുടക്കം കുറിക്കുകയും ചെയ്ത കുര്യാക്കോസ് പിതാവായിരുന്നു. അദ്ദേഹത്തെ കാണണമെങ്കിൽ ഈ ചാപ്പലിൽ അല്ലെങ്കിൽ ഇതിനുള്ള ചാപ്പലിൽ വരണം, അല്ലെങ്കിൽ സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ മുറി ജോലി ചെയ്യുന്നുണ്ടാകും. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത ശൈലി. അദ്ദേഹത്തിന് മറ്റു ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല, പാഴ്ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയിലാണ് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ രചിക്കുകയും, ധാരാളം എഴുത്തുകൾ എഴുതുകയും, ധാരാളം സ്ഥലങ്ങൾ സന്ദർശിക്കുകയും, ധാരാളം പേരെ മാനസാന്തരപ്പെടുത്തുകയും, ധാരാളം പേർക്ക് ധ്യാനപ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് ധന്യനായ ഒരു വിശ്വസ്തനായ സന്യാസിയുടെ രൂപമാണ് കുര്യാക്കോസ് പിതാവിനെ നമ്മൾ കാണുക. ഇന്ന് CMI സഭ ലോകത്തിൽ നിന്നും പിരിഞ്ഞു നിൽക്കുന്ന വലിയൊരു വളവൃക്ഷമായി തീർന്നിരിക്കുകയാണ്. ആയിരങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സന്യാസ സമൂഹമാണിത്. ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി വൃതബദ്ധരായിക്കൊണ്ട് ഞങ്ങൾക്കായി ഒന്നും നീക്കിവെക്കാതെ പൂർണ്ണമായ സ്വന്തം മുഴുവൻ മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ദൈവവിളിയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കുര്യാക്കോസ് പിതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുകയാണ്. പ്രിയമുള്ളവരെ, സന്യാസികളായും സന്യാസിനികളുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ അവസരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം മാറിയ കാലത്തിനുള്ളിൽ വന്നിരിക്കുന്ന പിഴവുകള്, തെറ്റുകള്, പോരായ്മകളെല്ലാം മാറ്റി സമയയുക്തമനായ സന്യാസികളായി ജീവിക്കുന്നതിനും വൈദികരായി പ്രവർത്തിക്കുന്നതിനും ദൈവമക്കൾക്ക് വേണ്ടി പൂർണ്ണ സമയം ചെലവഴിച്ചുകൊണ്ട് അങ്ങനെ കേരളത്തിന് പുറത്തും ലോകത്തിനെമ്പാടും കർത്താവ് നൽകിയ സന്ദേശമെല്ലാം തന്നിരിക്കുന്ന ആ വലിയ കൽപ്പനയനുസരിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദിസ കൊടുത്ത് അവരോട് വചനം പ്രസംഗിച്ച് ദൈവസഭയെ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനുള്ള വലിയ വിളിയാണ് ഞങ്ങൾ കേൾക്കിയിരിക്കുന്നത്. കുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ അത് അവിടുത്തെ പുരോഹിതരാണ്. അവരുടെ മക്കൾക്ക് വേണ്ടി അവർ വചനം ചൊല്ലിക്കൊടുക്കേണ്ടവരാണ്. കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ സന്തോഷമുള്ള വൈദികരും സന്യാസികളും ജനിക്കും. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളിലേക്ക് വളരെയധികം പുഴുക്കുത്തുകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. വാഴ്ത്തപ്പെട്ട ചാവറയത്തിന് ഭക്തരായ നമുക്ക് ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇവിടുന്ന് പിരിയാം. എന്റെ കുടുംബത്തിൽ വന്നു പോകുന്ന ഈ പുതുവർഷത്തിൽ നമുക്ക് തീരുമാനിക്കാം, എന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു പരായികയെ ഞാൻ മാറ്റിക്കളയും. വാഴ്ത്തപ്പെട്ട കുര്യാക്കോസ് പിതാവ് സ്വർഗത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിയുന്നത് വേഗം ഈ അൾത്താരകൾ വിശുദ്ധനായി വണങ്ങുവാൻ ദൈവം അദ്ദേഹത്തിന് ധാരാളമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു.